അത് ഒരു പ്രോസ്തെറ്റിക് വർക്കായിരുന്നു. അത് അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ ബോൾ ക്യാപ്പ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മീശയാണ് ഞാൻ ആക്ച്വലി അതിനകത്ത് വർക്ക് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഈ മുട്ടയും ആ മീശയും കൂടെ വന്നപ്പോൾ അത് കൃത്യമായി. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അത് മുട്ടയടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ ആവേശം എന്ന് പറയുന്ന പടം ഉള്ളത് കൊണ്ട് അത് മുട്ടയടിക്കാൻ പറ്റിയില്ല. മറ്റടിച്ചിട്ട് കൃതാവ് കാത്തിറക്കി മീശ അത് രണ്ടിനും സിമിലായിട്ട്, അതായത് ബോൾ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അതാവണം, അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു അത് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ മുട്ട അടിക്കണമെന്ന് വിചാരിച്ച. പക്ഷേ ക്യാരക്ടർ ഞാൻ, അതായത് എനിക്ക് അതിൻ്റെ ഒരു വലിയൊരു അനുഭവമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങി റൈസ് എന്ന് പറഞ്ഞു ഷമ്മിയുടെ വീശയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ശ്യാമേട്ടനായിരുന്നല്ലോ എൻ്റെ, ശ്യാമേട്ടൻ പറഞ്ഞ് ഇങ്ങനെ വീശ എടുക്ക്, ഇങ്ങനെ കറക്റ്റാക്കൂ, ഇങ്ങനെ ചെയ്യും. ആ വീശ എടുത്ത് വന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ എടുത്തപ്പോൾ ഒന്നും തോന്നിയില്ല. സിനിമ കണ്ടപ്പോൾ ഷമ്മിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വീശയായിരുന്നു. അടിപൊളിയാണ്. ചില ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭഗത് ഭായിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ, ചെറുതായിട്ട് ഗ്രോത്ത് മാറ്റി കഴിഞ്ഞാൽ അത് ലുക്ക് വേറെ ആവും. ഇപ്പോഴും ഞാൻ സംസാരിക്കും ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ പെർഫോമൻസ് കൊണ്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. അതേപോലെ മഹേഷ് നാരായണന്റെ മാലിക്കില് ഞാൻ ചെയ്തായിരുന്നു. ഫഹദിന്റെ ലുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അത് ഓരോരോ ഏരിയകള് വർക്ക് ചെയ്തു. അത് നമ്മളിവിടെ എറണാകുളത്തെങ്ങാണ്ട് കടലിൻ്റെ സെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ മണലൊക്കെ വിരിച്ചിട്ട് ഗ്രീൻ മാറ്റൊക്കെ ചെയ്താണ് അന്ന് ചെയ്തത്. അടിപൊളി. ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ബ്ലേഡ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങച്ചാൽ NSSലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സ്ഫടികം എന്ന് പറയുന്ന ഷൂട്ടിംഗ് ചങ്ങനാശ്ശേരി വരുന്നു. മോഹൻലാൽ സിൽക്ക് സ്മിത വരുന്ന സമയം നമ്മളുടെ ചെറുപ്പത്തിൽ ഇവരെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, ലാലേട്ടനെ കാണാൻ പറ്റുമോ, സിൽക്ക് സ്മിതയെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. ഞങ്ങൾ ഏറ്റവും പുറകിലിരിക്കുന്ന പിള്ളേർ, വലിയ ജനല, അതിന് അഴിയൊന്നുമില്ല, ചാടി ഷൂട്ടിംഗ് കാണാൻ പോയി. പിറ്റേ ദിവസം സ്കൂളിൽ വന്നപ്പം പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ടീച്ചറെ ഇവൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് പോയിക്കോണം. എന്നോട് ചോദിച്ചാൽ അവിടെ പോയാൽ പറഞ്ഞാൽ അമ്മാവിൻ്റെ കൂടെ പോയതാണ്. അമ്മാവിനെ വിളിച്ച് ക്ലാസ് കയറിയത്. അച്ഛനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, അച്ഛനൊക്കെ ഭയങ്കര സീരിയസാണ്, ടെററാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മാവൻ എന്ന് പറഞ്ഞൊരു അവിടുന്ന് യൂണിയൻ പണിക്കാരനെ വിളിച്ചുകൊണ്ട് പോയി. അമ്മാവനോട് അച്ഛൻ്റെ പേര് വെച്ചപ്പോൾ അറിയത്തില്ല. അപ്പോൾ അളിയൻ്റെ പേര് അറിയത്തില്ല, അത് ഇതെന്തോ കരികടയെന്ന് മനസ്സിലായി. അന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ശരിക്കും പഠിക്കാൻ പോകുന്നില്ല, വെറുതെ കുരുമുളക് കറി അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അദ്ദേഹം ആലപ്പുഴ മുനിസിപ്പൽ കമ്മീഷനായിരുന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പം ഈ അവിടുത്തെ കുട്ടികളോട് പഠിക്കുന്ന എത്രല്ലാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊന്നുണ്ട്. എന്നോട് ചോദിക്കുമ്പോൾ എനിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പഠിക്കാൻ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, SLC ബുക്ക് എടുക്കുക. SLC ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ലൈസൻസ് എങ്കിലും കിട്ടും. അങ്ങനെ SLC ബുക്കിന് വേണ്ടി 10ാം ക്ലാസ് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പയാണല്ലോ. പക്ഷെ ഗണിതശാസ്ത്രത്തിനോട് ഇഷ്ടം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ഹാർഡി ഡിസ്കവറി ഓഫ് രാമാനുജൻ, ഹാർഡിയുടെ കണ്ടെത്തലായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് ചെയ്തിട്ടുള്ള ആളല്ല. അപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ, അരത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ 2 പ്രോഗ്രഷൻസ് ഉണ്ട്. ജോമെട്രി പ്രോഗ്രഷൻ പദങ്ങൾ എണ്ണം കണ്ടുപിടിച്ചിട്ടില്ല. അരത്തമാറ്റിക്കിലുണ്ട് Tn - T1 / D+1, അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ബൈ പൊതുവ്യത്യാസം +1 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും 10ാം ക്ലാസ് പഠിച്ചു, ജയിച്ചു. അങ്ങനെ MG കോളേജിൽ അഡ്മിഷൻ കിട്ടി മാത്തമാറ്റിക്സിന്. അത് ലാലേട്ടൻ പഠിച്ച കോളേജ്. അപ്പോൾ എന്തായാലും ഒന്നുമില്ല, എൻ്റെ സീനിയറായിട്ട് ലാലേട്ടൻ പഠിച്ചപ്പോൾ ഞാനും അവിടെ പോയി പഠിച്ചു. പക്ഷെ അവിടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടുകാരനെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടുകാരനെ മുടിവെട്ടി, അങ്ങനെ മുടിവെട്ട് പഠിച്ച് നാട്ടിൽ വന്ന് മുടിവെട്ടുമായിട്ട് നടന്നിട്ടാണ് ശരിക്കും അതിനോടൊരു ഇഷ്ടം തോന്നി പിന്നെ ഇതിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ബ്ലേഡിന്റെ ഇത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ട്രിമ്മർ ഒന്നും ഇല്ലല്ലോ, ശരിക്കും കത്തി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഒരു ബ്ലേഡ് ഒടിച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് തന്നപ്പോൾ അത് ഭയങ്കര ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഈ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് തലയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഹോബി. അപ്പോൾ ചിത്രം വരച്ചിട്ട് ബ്ലേഡ് കൊണ്ട് ഷേപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഷാർപ്പ്നെസ് ആണ്. ഇടയ്ക്ക് ജയസൂര്യയുടെ തലയിൽ ലീഫ് ആർട്ട്, അത് ഇതായിരുന്നു 3 Kings എന്ന് പറഞ്ഞ. അത് ഞാൻ ലീഫ് ഹെയർ സ്റ്റൈൽ എന്ന് പറയും. അത് ഞാൻ ശരിക്കും ചെയ്തുകൊണ്ട് നടന്ന ഹെയർ സ്റ്റൈൽ. പയ്യൻസിനകത്ത് അതിൽ ശരിക്കും പറഞ്ഞ ജയേട്ടൻ കണ്ടിട്ടാണ് ഈ 3 Kingsലേക്ക് അത് സെലക്ട് ചെയ്ത്. അങ്ങനെ അതാണ് അങ്ങനെ ചെയ്തത്. അത് ശ്രദ്ധിക്കപ്പെട്ടു. അതിനകത്തൊരു വലിയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ജയേട്ടനെ വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞു, ഇതാരാണ് ഇത് ചെയ്തത്, അവൻ അടിപൊളിയാണല്ലോ. എന്നിട്ട് പിന്നീട് ഈ ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്കിൽഡ് അല്ല എന്ന് ആൾക്കാർക്ക് തോന്നും. എന്ന് വെച്ചാൽ രസമാണ്, കാണാൻ പുതുമയുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും കത്തി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കത്തിയിലേക്ക് മാറണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല.
കത്തി രണ്ടും ഞാൻ വർക്ക് ചെയ്യും. രണ്ടും work പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ബ്ലേഡാണ്. ലിങ്കിനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഗ്രേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കയറി എല്ലാം സെറ്റ് ചെയ്ത് ചീപ്പിനകത്ത് ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ ആ ഗ്രേഡ്നെസ് ഭയങ്കരമായിട്ട് കിട്ടും. ഓ, അങ്ങനെയാണ് അത് ആയുധമായത്. അതെ അത് നല്ലതായല്ലേ അതൊരു ആർട്ടാണ്. അത് ഭയങ്കര എനിക്കിപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് മേക്കപ്പ് പോയി പഠിക്കണം. ഇതിനകത്ത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഡോക്ടറേറ്റ് എടുക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹിക്കാം, നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ്. ആഗ്രഹിച്ചാൽ നടക്കും. പക്ഷേ എൻ്റെ ആഗ്രഹമാണത്. ഇവിടെ അതിനകത്ത് ഒരു PhD ചെയ്യണം.